ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരളത്തിലെ BSc നേഴ്സിംഗ് പ്രവേശനം നമുക്ക് അറിയാം. കഴിഞ്ഞ വർഷം വരെ 2022 വരെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ lbskerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും സീറ്റുകൾ അലോട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ വളരെ വ്യക്തമായ ഒരു തീരുമാനപ്രകാരം ഒരു പ്രവേശന പരീക്ഷയിലൂടെ മാത്രമേ കേരളത്തിലെ ഉൾപ്പെടെയുള്ള BSc നേഴ്സിംഗ് പ്രവേശനം സാധ്യമാകൂ എന്നാണ് നേഴ്സിംഗ് കൗൺസിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ അതിനനുസരിച്ചുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. കർണാടകത്തിലെ ഗവൺമെന്റ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും പ്രവേശനം BSc നേഴ്സിംഗ് പ്രവേശനം CET 2023 അടിസ്ഥാനത്തിലാണ്. മഹാരാഷ്ട്രയിൽ NEET 2023 അടിസ്ഥാനത്തിലാണ് BSc നേഴ്സിംഗ് പ്രവേശനം. എന്നാൽ കേരളത്തിൽ ഒരു പ്രവേശന പരീക്ഷ വേണമോ അതോ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന തീരുമാനം +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ചിന്താക്കുഴപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇനി ഒരു പ്രവേശന പരീക്ഷയ്ക്ക് സാധ്യതയില്ല. കാരണം സമയം ഇത്രയുമായി. ഈ അധ്യയന വർഷത്തിൽ ഏപ്രിൽ മാസമാകുമ്പോൾ ഇനി BSc നേഴ്സിങ്ങിനായിട്ടൊരു പ്രവേശന പരീക്ഷ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ ഒരു മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത് ചിലപ്പോൾ തിരിച്ചടിയായേക്കാം. കാരണം ഒരു പ്രവേശന പരീക്ഷയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആ കുട്ടികൾക്ക് തയ്യാറെടുക്കാൻ സമയം വേണമല്ലോ. അപ്പം അതിനാവശ്യത്തിനുള്ള സമയം സർക്കാരിന് ഇത് നടപ്പിലാക്കുവാനും കുട്ടികൾക്ക് ഇതിന് തയ്യാറാകുവാനും ആവശ്യത്തിന് സമയം തികയുന്നില്ല എന്നുള്ള കാരണത്താലായിരിക്കാം കേരളത്തിലെ ആരോഗ്യവകുപ്പ് കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും BSc നേഴ്സിങ്ങിന് ഒരു പൊതുപ്രവേശന പരീക്ഷയുടെ ആവശ്യമില്ല, നിലവിലുള്ള സ്ഥിതി എന്താണെങ്കിലും ഈ വർഷം തുടരട്ടെ എന്നാണ് ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനോട് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളെ ഒന്ന് വിശകലനം ചെയ്യാം. BSc നേഴ്സിംഗ് പ്രവേശനം പൊതുപ്രവേശന പരീക്ഷ വേണ്ടെന്ന് കേരള ആരോഗ്യ വകുപ്പ്. സംസ്ഥാനത്തെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും BSc നേഴ്സിംഗ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്തണമെന്ന ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ നിർദ്ദേശം ഈ വർഷം നടപ്പിലാക്കേണ്ടതില്ലെന്നാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എൻട്രൻസ് നടത്തുവാനായിട്ട് തീരുമാനിച്ചു. CET ആണ് മെയ് അവസാനം ഈ പരീക്ഷ നടക്കും. പക്ഷേ കേരളമാണിപ്പോൾ മാറി നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മനോരമയുടെ ന്യൂസാണിത്. പ്രവേശന പരീക്ഷ നടത്തിയാൽ പൂർണ്ണമായിട്ടും മെറിറ്റും സംവരണവും ഉറപ്പാക്കാനായിട്ട് സാധിക്കും. വിവിധ റിസർവേഷനുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ BSc നേഴ്സിംഗ് പ്രവേശനം. പക്ഷേ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വർഷങ്ങളിലെ +2 റിസൾട്ടുകാർ 2021-ലെയും 22-ലെയും 23-ലെയും ഒക്കെ +2 റിസൾട്ട് ഉള്ള +2 പാസ്സായ കുട്ടികൾ ഇതിനായിട്ട് അപേക്ഷിക്കും. അതുപോലെ വിവിധ റിസർവേഷൻ, ഈഴവ, മുസ്ലിം റിസർവേഷൻ അനുസരിച്ച് വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ്, SC ST അങ്ങനെ വിവിധ റിസർവേഷനുകളെല്ലാം തീരുമാനിക്കണമായിരുന്നു. അങ്ങനെ ഒരു പൊതുപ്രവേശന പരീക്ഷയായിരുന്നെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ഈ പ്രവേശനത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനുള്ള സമയം വളരെ ചുരുങ്ങിയായിപ്പോയി. കാരണം ഏപ്രിൽ മാസത്തോടുകൂടി ഇനിയൊരു പ്രവേശന പരീക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് എത്രത്തോളം ഉപകാരപ്രദമാകും എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. സംസ്ഥാനത്ത് 130 നഴ്സിംഗ് കോളേജുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 7 മെഡിക്കൽ കോളേജുകളാണ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ് BSc നേഴ്സിംഗ് പ്രവേശനം 100% +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാകാൻ സാധിക്കുന്നത്. ഏതാണ്ട് 52 സ്ഥാപനങ്ങൾ സ്വാശ്രയ കോളേജുകളുടെ ഒരു അസോസിയേഷനിൽ അംഗത്വമുണ്ട്. 32 കോളേജുകൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിലുമാണ്. അങ്ങനെ മൊത്തം 130 നഴ്സിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. ഏതാണ്ട് 7000-ഓളം BSc നേഴ്സിംഗ് സീറ്റുകളാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഇതിൽ ഗവൺമെൻറ് മേഖലയിലെ മുഴുവൻ സീറ്റുകളും ഈ ബാക്കിയുള്ള 123 കോളേജുകളിലെ 50% സീറ്റുകളുമായിരിക്കും +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടുന്നത്. ബാക്കിയുള്ള 50% സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് അവർ നേരിട്ട് ആപ്ലിക്കേഷൻ വിളിച്ചായിട്ട് എടുക്കാൻ സാധിക്കും. അപേക്ഷിക്കുമ്പോൾ കഴിഞ്ഞ വർഷം വരെ അപേക്ഷകൾ ക്ഷണിച്ചപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിനും പ്രവേശനം വേണമെന്നുള്ള എല്ലാവരും LBSൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷകൾ നൽകണമായിരുന്നു. ഇപ്പോൾ പ്രവേശനം സംബന്ധിച്ചോ അപേക്ഷകൾ സംബന്ധിച്ചുള്ള യാതൊരു തീരുമാനവും വന്നിട്ടില്ല. ഒരു പൊതുപ്രവേശന പരീക്ഷ, അത് നീറ്റോ അല്ലെങ്കിൽ കീമോ അതല്ലെങ്കിൽ LBSൻ്റെ വഴിയുള്ള ഒരു പ്രവേശന പരീക്ഷയോ അങ്ങനെ ഒരു പൊതുപ്രവേശന പരീക്ഷ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് കേരള ആരോഗ്യ വകുപ്പ് എത്തിയിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കണം, മുൻ വർഷങ്ങളിലെ അനുസരിച്ച് LBS വഴി തന്നെ ആയിരിക്കുമോ, +2 മാർക്ക് തന്നെ ആയിരിക്കുമോ അടിസ്ഥാന യോഗ്യത എന്നുള്ളത് നമുക്ക് ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്.
BSc നഴ്സിംഗിന് കേരളത്തിലെ ഏറ്റവും അധികം കുട്ടികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ആശ്രയിക്കുന്ന ഈ മേഖലയിലെ പ്രവേശനത്തിൻ്റെ ഈ അനിശ്ചിതത്വം തീർച്ചയായിട്ടും ആശങ്കാജനകം തന്നെയാണ്. അത് എത്രയും വേഗം പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരുന്നാലും ഇനിയൊരു പ്രവേശന പരീക്ഷയ്ക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് കിട്ടിയ വിവരം. ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഇതിനോട് എങ്ങനെ യോജിക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ആപ്ലിക്കേഷൻ കൊടുത്ത ഈ വർഷം കേരളത്തിന് ഒഴിവാക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വീണ്ടും ഇതുമായിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകളുമായിട്ട് ബുള്ളൻ യൂട്യൂബ് ചാനലിൽ കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.